ഹലോ മച്ചന്മാരെ, ഇന്ന് കുഞ്ഞപ്പൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നൈസായിട്ട് സെലിബ്രേഷൻ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട് അല്ലേ? അപ്പോൾ നേരെ കുഞ്ഞപ്പൻ്റെ വീട്ടിലേക്ക്. അമ്മയും വീട്ടും ആണെങ്കിൽ അരമണിക്കൂർ മുന്നേ റോഡിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഗിഫ്റ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുറകിൽ രണ്ടാളുണ്ട് കേട്ടാ. കാണുന്നില്ല. അങ്ങനെ ഏട്ടൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എല്ലാവരും വീട്ടുവിനെ കളിപ്പിക്കാൻ തുടങ്ങി. അമ്മയും ഏച്ചിയുടെ അമ്മയും എല്ലാവരും. ആ ഗ്യാപ്പിൽ ഞാൻ വീട് നിങ്ങൾക്കൊന്ന് ചുറ്റിച്ച് കാണിച്ചു തരാം. അപ്പോൾ നേരെ സ്റ്റെയർ കയറി മുകളിലേക്ക് പിടിച്ചു. ഇവിടെ ചെറിങ്ങനെ എന്തെല്ലോ ഡെക്കറേറ്റ് സെറ്റപ്പ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണോ എന്തോ നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന്. ഇവിടുത്തെ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ട് അല്ല, ബാൽക്കണി. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. രാവിലെ ആണെങ്കിൽ കിടിലം വ്യൂ ആണ്, നല്ല മൂടൽ മഞ്ഞമൊക്കെ ആയിട്ട്. പ്രത്യേകം പറയണത് മറ്റൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും കാണിച്ചു തരുന്നതാണ്. അങ്ങനെ വീട്ടുവിനെ കളിപ്പിച്ച് ഓരോരോ വഴി. ഒരാൾ വീട്ടുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ ഇതാ കുഞ്ഞപ്പനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞപ്പനെ റെഡിയാക്കാൻ ശരിക്കും രണ്ടാളുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെഡിയാക്കുന്ന രണ്ടാൾ, കുഞ്ഞപ്പൻ്റെ ഫ്രണ്ടും. ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും ഇവർക്ക് വലിയ താല്പര്യവും കാര്യമൊന്നുമില്ല കാര്യമായിരിക്കില്ല. പക്ഷെ ഇവർ വളരെ ഏകദേശം നമ്മളത്രയെല്ലാം ആകുമ്പോൾ ഈ വീഡിയോ ഒന്ന് കാണുമ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പും അവരെ നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ബാല്യം അതൊക്കെ ഓർക്കാൻ പറ്റിയ നല്ലൊരു ഓർമ്മകളായിരിക്കും. സോ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയതായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഇപ്പം തന്നെ എല്ലാവരും ഉണ്ടാവും, കൂട്ടുകുടുംബം വിട്ട് ഒറ്റക്കൊറ്റക്ക് നിൽക്കുന്ന ഒരുപാട് പേര്. അവർക്കൊക്കെ പറഞ്ഞാൽ സ്നേഹിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഒന്നിനും സമയം കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചടങ്ങുകളൊക്കെ ഫംഗ്ഷനൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ അത്ര സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കും. അങ്ങനെ ഇവിടെ 3-4 പേര് ചേർന്നിട്ട് കുഞ്ഞപ്പനെ റെഡിയാക്കാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. കുഞ്ഞപ്പൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരാളൊരു പൊതിയും കൊണ്ട് വരുന്നുണ്ട്. കുഞ്ഞപ്പൻ്റെ അച്ഛൻ, അതായത് നമ്മളെ വടക്കൻ. കണ്ടിട്ടൊരു കേക്കാന്ന് തോന്നുന്നുണ്ട് അല്ലേ? അച്ഛൻ അങ്ങനെ കേക്കും കൊണ്ട് വന്നപ്പോഴത്തേക്ക് പിള്ളേർക്കെല്ലാം ഒരുപാട് സന്തോഷമായി. പുറത്താണെങ്കിൽ 2 അച്ഛനും നാട്ടുകാരെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ചെറുപ്പത്തിലാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോയും ഇല്ല, ഫോട്ടോയും ഇല്ല. ഫോട്ടോയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ഇപ്പോൾ കാണാനില്ല. അതൊക്കെ നമുക്ക് ശരിക്കൊരു നഷ്ടം തന്നെയാണ് അല്ലേ? അങ്ങനെ അവരെല്ലാവരും കേക്കിൻ്റെ പുറകെ. അപ്പം മുന്നേ കാണിക്കാൻ ബാക്കിയായതാണിത്, കുഞ്ഞപ്പൻ്റെ റൂം. അടിപൊളിയായിട്ട് ചിത്രമൊക്കെ വരച്ച് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുഞ്ഞപ്പൻ്റെ ആൻറ്റി എന്തോ തപ്പി എടുത്തിട്ടുണ്ട്. എന്നാണ് പരിപാടി, നമുക്ക് നോക്കി നോക്കാലോ. കണ്ടിട്ട് ഒരുമാതിരി കലണ്ടർ, കുഞ്ഞപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ട് കലണ്ടറിൻ്റെ ഒരു സെറ്റപ്പിലാക്കിയിട്ടുണ്ട്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കലണ്ടർ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി. കുഞ്ഞപ്പൻ്റെ അമ്മയും കുഞ്ഞപ്പൻ്റെ ഫ്രണ്ടും അത്യാവശ്യം മോശമില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു കലണ്ടർ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയിൽ കുഞ്ഞപ്പനും ഫ്രണ്ടും കൂടിയിട്ട് മൊബൈലിൽ പാട്ടും ഡാൻസും വെച്ച് കളിക്കാൻ തുടങ്ങി. അങ്ങനെ പാട്ടിൻ്റെ ഡാൻസിൻ്റെ ഇടയിലാണ് അച്ഛ ബാക്കി ബലൂണെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ തന്നത്. അങ്ങനെ ഓരോരോ ആളായിട്ട് ബലൂൺ വീർപ്പിക്കാൻ തുടങ്ങി. എന്നെയും പിടിച്ചിരുത്തി. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും കൂടി അവരുടെ കൂടെ കൂടുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞൊന്ന് ചിരിക്കുന്നത്. നമ്മളുടെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകാം. അങ്ങനെ എല്ലാവരും ഓരോരോ ഭാഗത്തിരുന്ന് ബലൂൺ വീർപ്പിക്കാൻ തുടങ്ങി. ആൻറ്റിയും അച്ചച്ചയും എല്ലാവരും. നിങ്ങൾ എടുത്തിട്ട് ചെവി വെത്ത് നീ എടുക്ക. ഇതിനകത്ത് പ്രത്യേകം പുറപ്പെടുവിച്ച സൗണ്ട്സ് വരുന്നതല്ലാണ്ട് ബലൂണ് വീർക്കുന്നേ ഇല്ല. അരമണിക്കൂറോളം ഞാനിത് വീർപ്പിച്ചോണ്ടിരിക്കും. വെറുതെ ശശിയായി എന്ന് പറയാലോ. പിള്ളേർ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്, അവർ ശ്രദ്ധിച്ചിട്ട, അല്ലെങ്കിൽ ചമ്മി നാറിയാനെ. വെറുതെ അല്ല, ഓട്ടയിലെ ബലൂണാണ് ഇത്ര നേരം വീർപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അതൊഴിവാക്കി. പിന്നെ വീർപ്പിച്ച ബലൂണെല്ലാം കൂടിയിട്ട് എല്ലാവരും തട്ടിക്കളിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടി. ബലൂണ് തട്ടിക്കളിക്കുന്ന കണ്ടാൽ ആൻറ്റിയും കുഞ്ഞപ്പൻ്റെ അച്ഛയുമാണ് ഏറ്റവും ചെറിയ കുഞ്ഞെന്ന് തോന്നുന്നു. അതുപോലെ ഉത്സാഹിച്ചിട്ടാണ് ഓരോരുത്തരും ബലൂൺ തട്ടിക്കളിക്കുന്നത്. നമ്മളൊക്കെ അറിയാണ്ട് ഇവരുടെ കൂടെ കൂടിപ്പോവും. അത്രയ്ക്ക് രസമാണ് ഇവരുടെ കൂടെ കളിക്കാൻ. സമയം പോകുന്നത് അറിയുകയില്ല. ചേട്ടായിലൂടെ
അങ്ങനെ കുഞ്ഞപ്പൻ്റെ മാമന്മാരിൽ ഓരോരോ ഗിഫ്റ്റും കൊണ്ട് വരാൻ തുടങ്ങി. ക്രിസ്പെല്ലോയും സ്ട്രോബെറിയും ഇതൊക്കെയാണ് ഐത്തേട്ട യുഹ. ആരുവഹ? കുഞ്ഞപ്പൻ്റെ മാമനായ ഐത്തേട്ട യുഹ. അങ്ങനെ അച്ചു എത്തി. പിന്നെ പുറകെ ഓരോരോ ആളായിട്ട് വരാൻ തുടങ്ങി. വടക്കം വന്നു, ഈവി വന്നു, മണിയം വന്നു, വിശാലുമാമൻ വന്നു, ഐത്തേട്ടൻ വന്നു. ഇവരൊക്കെ ചേർന്നതാണ് ഇവർ മാത്രമല്ല, ഇതിൻ്റെ ബാക്കി കുറേ ആളും കൂടി പല ദിക്കിലായി കിടക്കുന്നുണ്ട്. എത്തിച്ചേരാൻ പറ്റില്ല. ഇവരെയൊന്നും ഒരു പരിപാടിക്കും വിളിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വലിഞ്ഞു കയറി വന്നോളൂ. ഇതിൽപ്പെട്ടതാണ് ഞാനും. പരിപാടി ഏതും ആവട്ടെ, വിളിച്ചാലും ഇല്ലെങ്കിൽ ആൾക്കാരുടെ കുറവുണ്ടെങ്കിൽ ജസ്റ്റ് അറിയിച്ചാൽ മതി, നമ്മളവിടെ ഓടിയെത്തും. അങ്ങനത്തെ ഒരു പ്രത്യേക മനസ്സാണ് നമുക്ക് എല്ലാവർക്കും. കണ്ട നിഷ്കളങ്കമായ മുഖം കണ്ട മനസ്സിലാവില്ല എല്ലാവർക്കും. അങ്ങനെ കുഞ്ഞപ്പൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് പോയാലോ എന്നിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ പുറത്ത് ഭയങ്കരമായിട്ടുള്ള ചെണ്ടമേളം കേൾക്കുന്നു. അങ്ങനെ അത് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും തിടുക്കമായി. ഇവിടെ ആണെങ്കിൽ കേക്ക് മുറിക്കുകയും വേണം. പക്ഷെ പുറത്തേക്ക് നോക്കിയിട്ടൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോഴാണ് ഓർത്തത് കുഞ്ഞപ്പൻ്റെ ബർത്ത്ഡേൻ്റെ തലേന്നാണ് ഇവിടെ ഒന്നും കരോളെത്തുന്നത്. അതായത് ഇന്നാണ് ബർത്ത്ഡേ എങ്കിൽ നാളെയാണ് ക്രിസ്മസ്. അതുകൊണ്ട് തന്നെ ഈ നേരം ആകുമ്പോൾ എന്നും കരോളെത്തും. അങ്ങനെ അവരോട് നമ്മുടെ അടുത്തൊന്ന് കയറിയിട്ട് പോകാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അയ്യോ സമയമില്ല, 12 മണിയാകുമ്പോഴത്തേക്ക് പള്ളിയിലെത്തേണ്ടതാണ്. അങ്ങനെ നമ്മൾ ദൂരെ നിന്ന് കരോള് കണ്ടു. എല്ലാവരും കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞു വീറ്റു. അങ്ങനെ ബർത്ത്ഡേൻ്റെ കൂടെ അപ്പൂപ്പനൊക്കെ വന്നപ്പോഴത്തേക്ക് പരിപാടി കുറച്ചും കൂടെ കളറായി. ഫോണിൽ സൗണ്ട് കിട്ടിയത്. അങ്ങനെ കുഞ്ഞാൻ്റെ കൊടുത്ത സമ്മാനത്തിൽ പാട്ടും വെച്ചിട്ട് കേക്ക് മുറിച്ചു. കേക്ക് മുറിൻ്റെ ഇടയിൽ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് കേക്ക് മുറിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടാ. KGF എന്ന് പറഞ്ഞാൽ വെറുതെ കയ്യും വീശി വന്നതല്ല. കുഞ്ഞപ്പന് ഒരുപാട് ഗിഫ്റ്റുമായിട്ടാണ് വന്നത്. അങ്ങനെ കുഞ്ഞപ്പനും കുഞ്ഞപ്പൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഗിഫ്റ്റൊക്കെ ഓരോന്നായിട്ട് തുറന്നു നോക്കി. ഡ്രസ്സും പാവയും സൗണ്ട് ബോക്സും മൈക്കും അങ്ങനെ എന്തൊക്കെയോ തരത്തിലുള്ള ഒരുപാട് സമ്മാനങ്ങൾ. അതിൻ്റെ ഇടയിൽ കുഞ്ഞപ്പൻ്റെ മുഖത്തൊക്കെ പറ്റിയ കേക്കും ക്രീമൊക്കെ കൂട്ടുകാർ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്ര ഫ്രണ്ട്സാണ് ഇവർ. അങ്ങനെ രണ്ടുപേരും ഓരോരോ പൊതികളൊക്കെ തുറന്ന് നോക്കി അതൊക്കെ ആയിട്ട് കളിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ കളികളുടെ ഇടയിലാണ് നമ്മൾ ഓർത്തത് സമയം ഒരുപാട് ലേറ്റായി. അപ്പൂപ്പനെല്ലാം വന്നിട്ട് പോയില്ലേ. അപ്പോൾ ചോറ് കൊടുക്കേണ്ട സമയം നേരെ വിട്ടു ഡൈനിങ് ഹാളിലേക്ക്. അവിടെ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ പോലെ KGF ടീം ഹാജരായി. പക്ഷേ എങ്കിൽ ചോറ് കൊടുക്കാൻ ആരുമില്ല. പതിവ് പോലെ എന്നെ നേരെ അങ്ങോട്ടേക്ക് തട്ടി. എനിക്കതൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ചോറ് വിളമ്പി കൊടുക്കുന്നതല്ലോ. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് ചോറെല്ലാം സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാനും ഏട്ടത്തിയും കുഞ്ഞാൻ്റെയും ഏട്ടനും എല്ലാവരും കൂടി ചോറ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയൊക്കെ ഇരുട്ട് കണ്ടോ കണ്ടുപടി. എന്നെ ഏൽപ്പിക്കുമ്പോ അപ്പോൾ പതിവ് തെറ്റിക്കാതെ ഇന്നും ബിരിയാണി തന്നെയായിരുന്നു. നമ്മൾ അടിപൊളി. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ലുക്കിലൊന്നും കോംപ്രമൈസേ ഇല്ല. ആ ലെവല് ബിരിയാണിയാണ്. പിന്നെ ടേസ്റ്റ് അത് നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. നല്ല അടിപൊളി ബിരിയാണി. അങ്ങനെ ഓരോരാൾക്കായിട്ട് സെറ്റ് ചെയ്ത് പ്ലേറ്റിൽ വെച്ചു. ഏട്ടനും ഏട്ടത്തിയും വൈഫും ഇവരൊക്കെയാണ് ഇവിടുത്തെ സപ്ലൈ.
വിഷ്ണുട്ടായി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവരെന്നെ പിടിച്ച് തിന്നും. ഇല്ല തിന്നിട്ട് ഇല്ലെങ്കിൽ പറയാ മീൻകറി പിടിക്കാൻ പോയപ്പോഴത്തേക്ക് ചേച്ചി അത് അടച്ചു വെച്ചു. നമ്മളിവിടെ ഭയങ്കരമായിട്ട് ഫുഡ് അടിയാന്ന് വെച്ചിട്ട് നിങ്ങളാരും വീഡിയോ നിർത്തി വെച്ചിട്ട് പോകണ്ട കേട്ടാ. ഈ ഫുഡ് അടി കഴിഞ്ഞോടെ കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ട്. ഫോട്ടോസ് ഓൾറെഡി എടുത്തതാണ്. അത് നിങ്ങളാരും കാണാത്തതുകൊണ്ട് ഇതിൻ്റെ അവസാനം കുഞ്ഞപ്പൻ്റെയും വീറ്റുവിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ കുറച്ച് സെലക്റ്റഡ് ആയത് ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മിസ് ചെയ്യണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കണ്ട കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇടാനുള്ള മോട്ടിവേഷൻ വീണ്ടും വീണ്ടും ഉണ്ടാവുകയും ഇതിലും മെച്ചപ്പെട്ട വീഡിയോ നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കി വെക്കുകയും ചെയ്യും. അല്ല അച്ചു അല്ലെങ്കിൽ നേരത്തെ കഴിച്ചു കഴിയുന്നതാണ്. ഞാൻ വരാത്തോണ്ട് മെല്ലെ മെല്ലെ കഴിക്കുവാന്ന്. എന്നാ പിന്നെ ബൈ.